ശ്രീഹരിയുടെ മുറിയിലേക്ക് അധികാരത്തോടുകൂടി കയറിപ്പോകുന്ന ഹിമയെ മീനാക്ഷി നോക്കി. ഇത്രയും തൻ്റെടിയായ ഒരു സ്ത്രീയെ ഇതുവരെ താൻ കണ്ടിട്ടില്ലെന്ന് മീനാക്ഷി ഓർത്തു. മോനെ, നീ ഹിമയെ സഹിച്ചേ തീരൂ. കാരണം ഇപ്പോഴും നിയമപരമായിട്ടവൾ നിന്റെ ഭാര്യയാണ്. അമ്മയത് പറഞ്ഞപ്പോൾ ശ്രീഹരി അകത്തേക്ക് കയറിപ്പോയി. ശ്രീഹരിയും ഹിമയും തമ്മിൽ ഉഗ്രൻ വാക്കേറ്റം നടക്കുന്നുണ്ടെന്ന് മീനാക്ഷിക്ക് തോന്നി. എന്തൊക്കെയോ ശബ്ദങ്ങൾ എവിടെ നിന്നോ കേൾക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് മീനാക്ഷിയുടെ വാതിലിൽ ആരോ ശബ്ദമായി മുട്ടുന്നത് കേട്ട് അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. രുക്മിണിയമ്മയായിരുന്നു. മോളെ മീനൂട്ടി, അമ്മ ഇന്ന് മോളുടെ കൂടെ കിടക്കാം. ഹിമയാണെങ്കിൽ സച്ചൂടനോട് പിണങ്ങി എൻ്റെ റൂമിൽ കിടക്കുക. അതും പറഞ്ഞവർ മീനാക്ഷിയുടെ കൂടെ കിടന്നു. എന്നാൽ അവർ ഹിമയെക്കുറിച്ചൊരു അക്ഷരം പോലും സംസാരിച്ചില്ല. ഇവിടെ നോണൊന്നുമില്ലേ? ഇടിയപ്പവും കടലക്കറിയും എടുത്ത് കാലത്തെ കഴിക്കുവാണേ രുക്മിണിയമ്മ പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ ഹിമ അവരോട് കയർത്തു. ഇവിടെ ഇതൊക്കെയാണുള്ളത്. നിനക്ക് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് പോടി. ശ്രീഹരിയാണ് ഹിമയ്ക്ക് മറുപടി കൊടുത്തത്. ചായയുമായിട്ട് വന്ന മീനാക്ഷിയെ പെട്ടെന്നാണ് ഹിമ കണ്ടത്. ഞാൻ വന്നപ്പോൾ മുതൽ കാണുന്നതാ. നീ ഏതാടി? ഹിമ അവളെ നോക്കി. ഇതെൻ്റെ ബന്ധത്തിലുള്ളൊരു കുട്ടിയാണ്. ഇവിടെ ബാങ്കിൽ ജോലി കിട്ടി വന്നതാ. രുക്മിണിയമ്മ മകന് ഭക്ഷണം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ വയ്യായിരുന്നോടി? ആണിഞ്ഞൊരുങ്ങി അവൾ വന്ന് നിൽക്കുന്നു. ഹിമ അവളെ അടിമുടി നോക്കി. അതിൻ്റെ ആവശ്യമില്ല ഹിമേ. ഈ കുട്ടി എൻ്റെ കൂടെ നിന്നോളും. എനിക്കൊരു കൂട്ടുമാകും. വെറുതെ ഹോസ്റ്റലിൽ നിന്ന് കാശ് കളയേണ്ട കാര്യമില്ലല്ലോ. രുക്മിണിയമ്മ മീനാക്ഷിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ഹിമയോട് പറഞ്ഞു. മീനാക്ഷി ഒരു വാക്ക് പോലും പറയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. മീനാക്ഷി ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. ശ്രീഹരിയുടെ ശബ്ദം ഉയർന്നത് പെട്ടെന്നായിരുന്നു. ഹിമ പല്ല് ഞെരിച്ചുകൊണ്ട് ശ്രീഹരിയെ നോക്കി. വേണ്ട ശ്രീയേട്ട, ഞാൻ ഇത്തിരി കഴിഞ്ഞു കഴിച്ചോളാം. മീനാക്ഷി ദയനീയമായി ശ്രീഹരിയെ നോക്കി പറഞ്ഞു. പക്ഷെ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. ശ്രീഹരി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. ഇടം കൈകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവൻ്റെ കസേരയുടെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. ഹിമ ആ നിമിഷം തന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അമ്മേ, സമാധാനത്തോടിരുന്ന് ഫുഡ് കഴിക്കുക. രുക്മിണിയമ്മയെ മകൻ നോക്കി. അവർ പക്ഷേ ഭക്ഷണം കഴിക്കാൻ തയ്യാറല്ലായിരുന്നു. മീനാക്ഷി അധികം താമസിച്ചത് തന്നെ ജോലിക്ക് പോകാൻ തയ്യാറായി. ശ്രീഹരി അപ്പോഴേക്കും ഓഫീസിൽ പോകാനായി ഇറങ്ങി വന്നു. മീനാക്ഷി വണ്ടി കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാതിൽക്ക് നിൽക്കുന്ന മീനാക്ഷിയെ നോക്കി ശ്രീഹരി പറഞ്ഞു. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. മീനാക്ഷി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അവൾ വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നുപോയി. വേറെ എങ്ങോട്ടെങ്കിലും താമസം മാറുന്നതിനെക്കുറിച്ചായിരുന്നു അന്ന് മുഴുവൻ മീനാക്ഷി ചിന്തിച്ചത്. അന്ന് ഓഫീസിൽ വെച്ചവൾ അക്കാര്യം അംബിക മേഡത്തിനോട് സംസാരിക്കുകയും ചെയ്തു. താൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ അമ്മയുടെ മകനും മകളും വിദേശത്തു നിന്നും എത്തിയെന്നായിരുന്നു അവൾ നൽകിയ വിശദീകരണം. എല്ലാ ദിവസവും രുക്മിണിയമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു വരാറുള്ള മീനാക്ഷി ആദ്യമായി അങ്ങോട്ട് എത്തേണ്ടതില്ലെന്ന് മനസ്സിൽ വിചാരിച്ചു. അവൾക്ക് കാലുകൾ കുഴയും പോലെ തോന്നി. ഹിമ ചോദിച്ചതുപോലെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നാൽ മതിയായിരുന്നുവെന്ന് അവൾ ഓർത്തു. വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ അവൾ കേട്ടു ഹിമയുടെ ശബ്ദം. ഹിമ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് വെറുതെ വഴക്കിന് വരണ്ടെന്ന് അമ്മ ആവർത്തിച്ചു പറയുന്നുണ്ട്. മീനാക്ഷിക്ക് അകത്തേക്ക് കയറുവാൻ പോലും ഭയം തോന്നി. പെട്ടെന്നാണ് ഹിമ അങ്ങോട്ട് ഇറങ്ങി വന്നത്. പിന്നിലായി ശ്രീഹരിയും ഉണ്ടായിരുന്നു. നീ എന്താടി പതുങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടവൾ മീനാക്ഷിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. നീ അവളോട് ദേഷ്യപ്പെടണ്ട കേട്ടോ. ശ്രീഹരി ഒച്ചയുയർത്തി. ഓഹോ, എന്താ നിങ്ങൾക്ക് പൊള്ളിയോ? ഹിമ ചീറി. പൊള്ളിയടി, അതിന് നിനക്കെന്താ? പറഞ്ഞതനുസരിച്ചാൽ മതി. അവൻ്റെ ശബ്ദം മുറുക്കി. മീനാക്ഷിക്ക് എങ്ങോട്ടേലും ഓടി ഒളിക്കുവാനായിട്ട് മനസ്സ് തോന്നി. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അവൾ കരഞ്ഞു. എന്താടോ, നിങ്ങളുടെ വെപ്പാട്ടിയാണോ ഇവൾ? നിങ്ങൾക്ക് ഇത്രയും ദണ്ണം വരാൻ? ഹിമ ശ്രീഹരിയുടെ അടുത്തേക്ക് ചെന്നതും അവനവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന ഹിമയെ കണ്ടതും മീനാക്ഷി ഓടിച്ചെന്ന് ശ്രീഹരിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. രുക്മിണിയമ്മയും ബഹളം കേട്ടുകൊണ്ട് ഓടി വന്നു. രുക്മിണിയമ്മയും മീനാക്ഷിയും കൂടി ഒരു തരത്തിൽ ശ്രീഹരിയിൽ നിന്നും ഹിമയെ മോചിപ്പിച്ചു. എടാ, ഇതിനു വേണ്ടി നീ കണക്ക് പറയും.
ഹിമ കഴുത്തിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് ശ്രീഹരിയോട് കയർത്തു. അവൾ ചാടിത്തുള്ളി മുറിയിലേക്ക് കയറി പോകുന്നു നോക്കി. മീനാക്ഷിയും രുക്മിണിയമ്മയും നിറക്കണ്ണുകളോടെ നിന്നു. എൻ്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഈ പാപിയായ അമ്മ. രുക്മിണിയമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് മകനെ നോക്കി. അവനൊന്നും മിണ്ടാതെ അവിടെ കിടന്നിരുന്ന കസേരയിലിരുന്നു. കുറച്ച് കഴിഞ്ഞതും മുറ്റത്തൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്നൊരു യുവാവ് ഇറങ്ങി വന്നു. ഹിമ ഓടി അയാൾക്കരികിലേക്ക്. ശ്രീഹരിയുടെ കൺമുമ്പി വെച്ച് അവൾ ആ യുവാവിനെ കെട്ടിപ്പിടിച്ചു. അവൾ ആരോടും ഒരു വാക്കുപോലും പറയാതെ. എന്നിട്ട് അയാൾക്കൊപ്പം കാറിൽ കയറിപ്പോയി. നഗരത്തിലെ പ്രമുഖ വ്യവസായിയുടെ മകളെ അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെ വാർത്ത ഹിമയെയും ഇന്നലെ അവൾക്കൊപ്പം പോയ ചെറുപ്പക്കാരനെയുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ശ്രീഹരി പറഞ്ഞാണ് മീനാക്ഷിയും രുക്മിണിയമ്മയും അറിഞ്ഞത്. ഈ ഒറ്റ കാരണത്താൽ നിനക്ക് ഡിവോഴ്സിന് കൊടുക്കാൻ മോനെയെന്ന് രുക്മിണിയമ്മ പറഞ്ഞപ്പോൾ ശ്രീഹരിയുടെ ഉള്ളിൽ സന്തോഷ പെരുമഴ പെയ്യുകയായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്. ഇനി തനിക്ക് നിഷ്പ്രയാസം ഡിവോഴ്സ് നേടിയെടുക്കാമെന്ന് അവൻ ഓർത്തു. സത്യസന്ധമായ പ്രണയം ദൈവം കാണും. അവൻ ഉറച്ചു വിശ്വസിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ശ്രീഹരിയും അമ്മയും കൂടി ഉമ്മറത്തിരിക്കുകയാണ്. ഹിമയുടെ വീട്ടിലെ കാറ് മുറ്റത്തേക്ക് ഒഴുകി വന്നു. അതിൽ നിന്നിറങ്ങിയ രൂപത്തെ കണ്ട് അവർ പകച്ചുപോയി. എല്ലും തോലുമായ ഒരു രൂപം. ഹിമയുടെ സഹോദരൻ. അയാൾ അവർക്കരികിലേക്ക് നടന്നു വന്നു. അയാൾ വേച്ചു പോകുമെന്ന് ഭയന്ന ശ്രീഹരി ഓടിച്ചെന്ന് അയാളെ കയറി പിടിച്ചു. അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചതും അയാൾ പൊട്ടിക്കരഞ്ഞു. ഹിമയുടെ സഹോദരന് ക്യാൻസറാണ്, അതും അവസാന ഘട്ടം. അയാളൊരു ഏറ്റുപറച്ചിലിന് വന്നതാണെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. കുറേ സമയം അയാൾ ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. ഹിമയും അവളുടെ ബോയ്ഫ്രണ്ടും തമ്മിൽ വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്നുവെന്നും അവർ തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ശ്രീഹരിയെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചതെന്നും അയാൾ പറഞ്ഞാണ് ശ്രീഹരി അറിഞ്ഞത്. ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സ് നേടിയെടുക്കാൻ അവൾ ഇവിടേക്ക് വന്നതാണെന്നും മീനാക്ഷിയെ കണ്ടതും അവൾക്ക് ദേഷ്യം കയറി ഇവിടെ നിന്നതാണെന്നുമൊക്കെ അയാൾ പറഞ്ഞു. കുറേ സമയം അയാൾ ഓരോരോ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞു. പിന്നീട് അയാൾ അവരോട് യാത്ര പറഞ്ഞു പോയി. പ്രശ്നങ്ങൾ ഒന്നൊന്നായി തീരുകയാണെന്ന് അവന് തോന്നി. വല്ലാത്ത സമാധാനം മനസ്സിന് കൈവന്ന പോലെ. താൻ ഇല്ലാതാക്കാനായി വന്ന ശത്രുവാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പകയുടെ കനലാണ് അകന്നുപോയത്. അമ്മേ, ഞാനിപ്പോൾ വരാം. ശ്രീഹരി കാറുമെടുത്തുകൊണ്ട് ഇറങ്ങി. അത് ചെന്ന് നിന്നത് മീനാക്ഷിയുടെ ബാങ്കിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. കുറച്ച് സമയം കഴിഞ്ഞതും മീനാക്ഷി നടന്നു വരുന്നത് അവൻ കണ്ടു. മീനാക്ഷി വരുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് കാർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്താ മീനാക്ഷി ലേറ്റായത്? ഞാൻ കുറച്ച് നേരായി കാത്തു നിൽക്കുന്നു. അടുത്തേക്ക് വന്ന അവളോട് അവൻ തൻ്റെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് വർക്കുണ്ടായിരുന്നു. ശ്രീയേട്ടൻ എന്താ പതിവില്ലാതെ ഇവിടെ? അവൾ ശ്രീഹരിയെ നോക്കി ചോദിച്ചു. ഞാൻ ഈ വഴി പോയപ്പോഴാണ് തൻ്റെ കാര്യം ഓർത്തത്. പിന്നെ താൻ ഈ സമയത്താണല്ലോ ഇറങ്ങുന്നത്. അങ്ങനെ നിന്നതാടോ, തനിക്ക് ബുദ്ധിമുട്ടായോ? ശ്രീഹരി അവളോട് തിരിച്ചു ചോദിച്ചു. ഏയ്, ഒരിക്കലും ഇല്ല ശ്രീയേട്ട, വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ നമ്മൾക്ക് പോകാം മീനാക്ഷി, താൻ കയറിക്കോ. ശ്രീഹരി ഡോർ തുറന്ന് വണ്ടിയിലേക്ക് കയറി. മീനാക്ഷിയും അവൻ്റെ ഒപ്പം കയറി. മീനാക്ഷി ഇനി എന്താണ് നാട്ടിൽ പോകുന്നത്? കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ശ്രീഹരി അവളോട് ചോദിച്ചു. ഞാൻ അടുത്ത ദിവസം പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നിട്ട് അച്ഛനെ കാണാൻ പിന്നീട് പോയില്ലായിരുന്നു. അവൾ മറുപടി കൊടുത്തു. അച്ഛന് സങ്കടമാവൂല്ലേ? വൈകാതെ പോയി കാണണ്ടോ? ആകെ കൂടി താൻ ഒരാളല്ലേ ഉള്ളൂ അവർക്ക്. ശ്രീഹരി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും മീനാക്ഷിയുടെ ചിന്തകൾ വേറെ ലോകത്തായിരുന്നു. വീടെത്തിയിട്ടും അവൾ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നത് കണ്ടപ്പോഴാണ് ശ്രീഹരിക്കും ഇത് മനസ്സിലായത്. മീനൂട്ടിയെ, എന്തേ ഇറങ്ങുന്നില്ലേ? ഇതേത് ലോകത്താണ് എൻ്റെ കുട്ടി? രുക്മിണിയമ്മ ഉറക്കെ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് മീനാക്ഷി വേഗം കാറിൽ നിന്ന് ഇറങ്ങി. എന്താ കുട്ടി, എന്താ ഇത്ര ആലോചന? അമ്മോട് പറയാൻ പറ്റുമോ? രുക്മിണിയമ്മ ചിരിച്ചപ്പോൾ അവൾ അവരുടെ അടുത്തേക്ക് വന്നു. ബാങ്കിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ, അല്ലാണ്ട് മറ്റൊന്നുമില്ല. അവരോട് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോയി. അന്ന് രാത്രിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരിയും കായ മെഴുക്കുരട്ടിയും ഓമയ്ക്ക തോരനും പാവയ്ക്കയും ക്യാരറ്റും അച്ചാറും ഒക്കെയാണ് വിഭവങ്ങൾ. എല്ലാം ശ്രീഹരിയുടെ ഇഷ്ടവിഭവങ്ങളാണ്. അവൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അമ്മയും മകനും നാട്ടുവിശേഷങ്ങളൊക്കെ പറയുന്നു.
മീനാക്ഷി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്താ കുട്ടി ഇത്ര ആലോചന? നീ പറയൂ. രുക്മിണിയമ്മ അവളുടെ നേർക്ക് നോക്കി. അതെ, ഇന്ന് ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയ ആലോചനയാ. എന്താന്ന് ചോദിച്ചിട്ട് അയാൾ പറയുന്നുമില്ല. എന്താണ് അമ്മയുടെ മീനുട്ടിക്ക് പറ്റിയേ? ശ്രീഹരി കൈ കഴുകുവാനായി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലമ്മേ, ഞാൻ 2 ദിവസം കൂടി ഇവിടെ ഉള്ളൂ. ഒരു ഹോസ്റ്റലുണ്ട് ബാങ്കിൻ്റെ അടുത്ത്, അങ്ങോട്ടേക്ക് മാറുവാണ്. അമ്മയോടും ശ്രീയേട്ടനോടും ഇക്കാര്യം പറയാനിരിക്കുമായിരുന്നു. മീനാക്ഷി പതുങ്ങിയ ശബ്ദത്തിലാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. ശ്രീഹരിയും അമ്മയും പരസ്പരം നോക്കി. എന്താ മോളെ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? അതാണ് നല്ലതെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. നിനക്കിവിടെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയും മോളെ. ഇല്ലമ്മേ, എനിക്ക് എന്താ സൗകര്യം? മീനാക്ഷി വേഗം തന്നെ എഴുന്നേറ്റു. 2 ദിവസത്തിനുള്ളിൽ മീനാക്ഷി ഇവിടെ നിന്ന് മാറൂന്ന് അവർക്ക് ഉറപ്പായി. അമ്മയും മകനും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ മീനാക്ഷി അടുക്കള ഒതുക്കിയ ശേഷം റൂമിലേക്ക് പോയി. പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവൾ പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി. എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അവൾ രുക്മിണിയമ്മയുടെ അടുത്ത് ചെന്നു. കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിന്നു. ഇവിടുന്ന് മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ രുക്മിണിയമ്മ എന്തൊക്കെയോ അന്നേരം ഒന്ന് ചോദിച്ചു എന്നല്ലാതെ ഒരു തവണ പോലും ശ്രീയേട്ടനോ അമ്മയോ തന്നോട് എങ്ങോട്ടും പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്നൊരു വാക്ക് പറഞ്ഞില്ല. ആ ഒരു നീറ്റൽ മാത്രമേ മീനാക്ഷിക്കുള്ളൂ. ശ്രീയേട്ടൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമ്പോൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഓർക്കും താൻ പോകുന്നത് രണ്ടാൾക്കും സന്തോഷമാണെന്ന്. അവൾ തൻ്റെ മുറിയിൽ ജനാലയിൽ കൂടി വെളിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. 4 മാസമായി ഇവിടെ എത്തിയിട്ട്. രുക്മിണിയമ്മ സ്വന്തം മകളെപ്പോലെയാണ് തന്നെ സ്നേഹിച്ചത്. ഒന്നിനും ഒരു കുറവ് പോലും വരുത്താതെ കൊണ്ട് ശ്രീയേട്ടനൊരു ജീവിതം ഉണ്ടായാൽ ആ വരുന്ന പെൺകുട്ടി സൗഭാഗ്യവതിയാണെന്ന് മീനാക്ഷി ഓർത്തു. കാരണം അത്രയും നല്ലൊരു അമ്മയാണ് ഇവിടെ ഉള്ളത്. പൊന്നുപോലെ അവർ ആ പെൺകുട്ടിയെ സ്നേഹിക്കും, ഉറപ്പാണ്. താനെന്തിനാ ഇത്രയ്ക്ക് വിഷമിക്കുന്നേ? ഇന്നിവിടെ നിന്നും പടിയിറങ്ങും, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പെട്ടെന്നാണ് അവളുടെ അടിവയറ്റിൽ ഒരു കരസ്പർശം വന്നു പതിഞ്ഞത്. തുടരും.